പ്രൈസ് ലോർഡ്. ബൈബിൾ വാക്യങ്ങളിലൂടെ സംഖ്യയുടെ പുസ്തകത്തിലെ പിച്ചള സർപ്പത്തെപ്പറ്റി കാണിച്ചിരിക്കുകയാണ്. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന വഴിക്ക് നെഗബിലെ അത്താറിയും വഴി കടന്നു പോകേണ്ടി വന്നു. ഇത് കേട്ട് കനാന്യനായ രാജാവ്, നെഗബിൽ വസിച്ചിരുന്ന കനാന്യനായ രാജാവ് ഇത് കേട്ട് ഇസ്രായേലിയരോട് യുദ്ധം ചെയ്തു. അവരെ കുറേ പേരെ തടവിലാക്കി. ഇസ്രായേലരായ മോശയും കൂട്ടരും ദൈവത്തോട് ശപഥം ചെയ്തു പറഞ്ഞു, കനാന്യരെ അവരെ തെറ്റായ രീതിയിലും മ്ലേച്ഛമായിട്ടുള്ള രീതിയിലും വിഗ്രഹാരാധനയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നവരായിരുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പോകുന്നവരായിരുന്നു. ആയതിനാൽ അവരെ നിശേഷം നശിപ്പിച്ചിട്ട് അവരുടെ പട്ടണങ്ങളിലുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങൾ നശിപ്പിച്ച് ഞങ്ങൾ അതിലൂടെ കടന്ന് ചെങ്കടലിൽ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന തേനും പാലും ഒഴുകുന്ന ആ സ്ഥലത്തേക്ക് ചെങ്കടലിൽ കടന്നു വേണം പോകാനായിട്ട്. ആ ചെങ്കടലിനടുത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് അനുവാദം തരണം. ദൈവം അത് അവർക്ക് അനുവദിക്കുകയാണ്. ആ രാജാവിനെ അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു, ഇസ്രായേലിനെ തോൽപ്പിച്ചു. അതിലൂടെ അവരെ ചെങ്കടൽ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പം അവരോടൊപ്പം അതിലെ കുറേ പേരൊക്കെ അവരോടൊപ്പം പരദേശികളും കൂടുന്നുണ്ട് ഇസ്രായേലിനോടൊപ്പം. ഈ പോരുന്ന കൂട്ടത്തിൽ അവരെ തടുക്കുന്നവരെയൊക്കെ അവരെ തോൽപ്പിക്കാറുണ്ട്. അതിൽ കുറേ പേര് ഇവരുടെ കൂടെ കൂടുന്നുണ്ട്, പരദേശികളും കൂടുന്നുണ്ട്. ഈ പോകുന്ന വഴി അവർക്ക് വെള്ളത്തിനും ആവശ്യത്തിനെല്ലാം കൊടുക്കുന്നുണ്ട്, വെള്ളവും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നുണ്ട്, മന്ന. പക്ഷെ അവർക്ക് മുറുമുറുപ്പ്, അവർക്ക് അതായത് സ്വാദിഷ്ടമായ ഫുഡുകൾ, ഇറച്ചി മാംസങ്ങൾ അതൊന്നും കിട്ടുന്നില്ലല്ലോ ഈ യാത്രയിൽ. അതിനവർ മോശയ്ക്കുമെതിരായിട്ടും ദൈവത്തിനെതിരായിട്ടും പിറുപിറുത്തുകൊണ്ടിരിക്കും. ആ പിറുപിറുപ്പ് ദൈവസന്നിധിയിലെത്തി. ഇസ്രായേലിയരുടെ ഈ പിറുപിറുപ്പ് കാരണം ദൈവത്തിന് സഹിക്കട്ടു. അവർക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ട്, കാടപ്പക്ഷിയെ കൊടുത്തു, അവർക്ക് കൊടുത്തു. പക്ഷേ അവർ സ്ഥിരം കഴിച്ചിട്ട് എന്നാലും അവർക്ക് പോരാ എന്നുള്ള ഒരു പിറുപിറുപ്പ്. അതിൽ പരദേശികളും ഇസ്രായേലിയരുടെ കൂടെയുണ്ട്, അവരുടെയും പ്രചോദനം കൂടിയാണത്. അപ്പോൾ ദൈവം സഹികെട്ടിട്ട് മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ദൈവമേ, അങ്ങ് ഇത് കേൾക്കുന്നില്ലേ? എന്നോട് ഇവർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഭക്ഷണം ഞങ്ങൾക്ക് സ്ഥിരം കഴിച്ചും മടുത്തു, ഞങ്ങൾക്ക് വെറുപ്പായി, ഞങ്ങൾക്ക് മാറി ഭക്ഷണം പല രീതിയിൽ ഞങ്ങൾക്ക് തരണം. മനുഷ്യൻ്റെ ആ ഒരു ആഗ്രഹമാണ് പല ഭക്ഷണങ്ങൾ, അത് ഞങ്ങൾക്ക് വേണം എന്നാണ് അവർ പറയുന്നത്. ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, ഞാൻ അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. ആ ശിക്ഷ നീയും കാണും, അവരെ അനുഭവിക്കട്ടെ. അവരെപ്പോഴും വിശ്വാസമില്ലാത്ത രീതിയിൽ അവരെ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം അപ്പോൾ ആഗ്നേയ സർപ്പങ്ങളെ, അനേകം ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു അവരുടെ ഇടയിലേക്ക്. അനേകം പേര് അതിൻ്റെ ദംശനമേറ്റ് മരണമടഞ്ഞു. കുറേ പേര് മരണമടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ദൈവകോപമാണ്, ദൈവത്തിൻ്റെ കോപമാണെന്ന് മനസ്സിലായി. വേഗം തന്നെ അവർ മോശയുടെ അടുക്കിലേക്ക് ഓടിവരികയാണ്. മോശേ, ഞങ്ങൾ അങ്ങേക്കും ദൈവത്തിനെതിരായി തെറ്റ് ചെയ്തു, ക്ഷമിക്കണമേ, ഞങ്ങളോട് പൊറുക്കണമേ. ഈ പാമ്പുകളെ ഞങ്ങളെ കൊത്തി കുറേ പേരെ കൊന്നു, ഇനിയും കൊല്ലാതിരിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണേ. മോശ അവരുടെ സങ്കടം മനസ്സിലാക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളായിട്ട് മുന്നോട്ട് പോവുക, ഞാൻ ദൈവത്തോട് അപേക്ഷിക്കാം. മോശ തിരിച്ച് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ദൈവമേ, അവരിലെ അനേകം പേര് പാമ്പിൻ്റെ ദംശനമായിട്ട് മരണപ്പെട്ടു.
ഇനിയും അവരെ കൊല്ലല്ലേ. മോശയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അപ്പോൾ മോശയോട് പറയാണ്, നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുക, പിച്ചള കൊണ്ടിട്ട്, എന്നിട്ട് അതൊരു കോലിൽ കെട്ടി പൊക്കി നിർത്തിയിട്ട് ജനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിലനിർത്തുക. ജനം കാണെ അതിലേക്ക് നോക്കാൻ പറയണം. അതിലേക്ക് നോക്കിയവർ എല്ലാം രക്ഷപ്പെട്ടു. പിച്ചള സർപ്പത്തെ ഉയർത്തി അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു. അതോടുകൂടി ആ ഹാനി അവിടെ എത്തിയിരിക്കുകയാണ് എന്ന് കരുതി പിച്ചള സർപ്പത്തെ എന്നും ആരാധിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. അന്നേരം ദൈവം മനുഷ്യർ ചെയ്ത ആ ദൈവത്തിൻ്റെ ജനം ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയാണ് കൊടുത്തത്. എന്നും അങ്ങനെ ആകരുത്. ഇന്ന് പാമ്പിനെ വെച്ചിട്ട്, സർപ്പത്തിൻ്റെ ഇത് വെച്ചിട്ടൊക്കെ പല ഇതിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പലയിടത്തും മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. തെറ്റാണത്. ദൈവം അയക്കുന്നതാണ്. ദൈവസൃഷ്ടികളാണിതെല്ലാം. ദൈവസൃഷ്ടികൾ പാമ്പായിട്ടും പുലിയായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും എലിയായിട്ടുമൊക്കെ നമ്മുടെ മുമ്പിൽ വരും, നമ്മൾ നശിപ്പിക്കും. പാമ്പും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് എന്ന് കരുതി അങ്ങനെ അവർ അത് കൊത്തിയെന്ന് കരുതിയിട്ട് അതിൻ്റെ കൊത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പാമ്പിനെ നമ്മൾ ആരാധിക്കരുത്. ആരാധിക്കേണ്ടത് ദൈവത്തെ ആരാധിക്കണം. ഇതാണ് അതിൽ നിന്നും മനസ്സിലാക്കി തരുന്നത്. അതോടുകൂടി അവിടെ ശമനമുണ്ടായി. ഇസ്രായേലിൽ വീണ്ടും മോചിപ്പിക്കപ്പെട്ടു. മോശയ്ക്കും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മോശ പറയുന്നതനുസരിച്ച് മോശയെ പിന്തുടർന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.